ഇത് ഇവരുടെ കഥയാണ്. തുടക്കം ആരോഗ്യ സംരക്ഷണം, പിന്നീട് മത്സരവേദികളിലേക്ക്. ഇന്നും പവർ ലിഫ്റ്റർമാരായി തുടരുന്ന ഇവരുടെ കഥയാണ്. കൃത്യമായ പരിശീലനവും ശേഷം മത്സരവേദിയിലേക്ക് എത്തുന്നതിന് പിന്നിലെ ആവേശവും ഉള്ളിൽ ചോരാതെ തുടരുകയാണ്. എനിക്കിപ്പോൾ 74 വയസ്സ് കഴിഞ്ഞു. എൻ്റെ പ്രായത്തിലുള്ളവർക്ക് കുനിഞ്ഞൊരു ബാർ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഫീൽഡിൽ എനിക്ക് അങ്ങോട്ട് എൻ്റെ രക്തത്തിൽ കലർന്നുപോയി. പക്ഷെ എനിക്ക് ഒരു സമയത്തും റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. ഡെയിലി 5 ദിവസം പ്രാക്ടീസ് ചെയ്യും. മത്സരാർത്ഥികൾ മാത്രമുണ്ടായിട്ട് കാര്യമില്ലല്ലോ, മത്സരം നിയന്ത്രിക്കാൻ റഫറിയും വേണമല്ലോ. റഫറിയും പഴയ പോലെ മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അർബുദ രോഗബാധയെ മറികടക്കാൻ തുണയായത് ആ പഴയ പവർ ലിഫ്റ്ററിന്റെ മനസ്സിലെ നിശ്ചയദാർഢ്യം. DLBC എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസറാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റിലിരുന്ന സമയത്ത് ഒരു തവണ ട്രിച്ചിയിൽ ഞങ്ങൾ പോയി, അന്ന് ചന്ദ്രകാചേട്ടനൊക്കെ ഉണ്ട്, ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ നേരെ RCCയിൽ കയറുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ഇതിൽ RCCയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പോവുകയും ചെയ്യും. പിന്നെ ഇത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഇല്ലാതെ ജീവിക്കാനായിട്ടുള്ളൊരു വഴിയാണ്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് എക്സർസൈസിന് വേണ്ടിയാണ്. എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡെഡ് ഡേഞ്ചർ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഡെഡ് ലിഫ്റ്റ്, മരണവലി.